ശ്രീമന്നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 3. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാം ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാ. യമം, നിയമം, ആസനം എന്ന 3 യോഗാംഗങ്ങൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി പ്രാണായാമം, പ്രത്യാഹാരം എന്ന 2 യോഗാംഗങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. വയം, അന്ത, താരം. വയം അടിയങ്ങൾ, അന്ത മനസ്സിൽ, താരം ഓംകാരമാണ്, ഓംകാരത്തെ, സന്തതം ഇടമുറിയാതെ, അനുചിന്യ ധ്യാനിച്ച്, പ്രാണവായും ശ്വാസവായുവിനെ അഭിയമ്യ സ്വാധീനമാക്കിയിട്ട്, നിർമ്മല മനസ്സിനെ നിർമ്മലമാക്കി, കാമക്രോധാദി ദോഷം അകന്നവരായി, അഥ ഇന്ദ്രിയാണി അനന്തരം ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ വിഷയാത് വിഷയങ്ങളിൽ നിന്ന് അപഹൃത്യ പിന്തിരിപ്പിച്ച്. ഇവിടെ ഓംകാരം നിർത്താതെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉരുവിട്ട് പ്രാണവായുവിനെ ശ്വാസവായുവിനെ അടക്കി നിർത്തി, അല്ലെങ്കിൽ നമ്മളുടെ അധീനത്തിലാക്കിയിട്ട് വരുതിയിലാക്കിയിട്ട്, നിർമ്മല മനസ്സിനെ നിർമ്മലമാക്കി പരിശുദ്ധമാക്കി, ഇന്ദ്രിയങ്ങളെയെല്ലാം വിഷയങ്ങളിൽ നിന്ന് മറ്റുള്ളവയിൽ നിന്ന് പിന്തിരിപ്പിച്ച് വേറെ ഒന്നിലേക്കും മനസ്സിനെ പോകാതെ പിടിച്ചു നിർത്തി, ഭവത് ഉപാസനോന്മുഖ അവിടത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായി, ആസ്മഹേ ഇരുന്നു കൊള്ളാം. ഭക്തര് ഉള്ളിൽ ഓംകാരത്തെ തുടരെ ധ്യാനിച്ച് പ്രാണവായുവിനെ അടക്കി കാമക്രോധാദികളെല്ലാം ജയിച്ച് മനസ്സിനെ നിർമ്മലരാക്കി, പിന്നീട് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക. പ്രത്യാഹാരം എന്ന് പറയും അതിന്. ഭഗവാന്റെ ഉപാസനയിൽ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അതിൽ മാത്രം മുഴുകി ഇരിക്കുക. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രാണവായുവിനെ അടക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രാണായാമമാണ് ഉദ്ദേശിക്കുന്നത്. പൂരകം, കുംഭകം, രേചകം ഇതാണ് പ്രാണായാമത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. ശ്വാസം മുകളിലേക്ക് എടുക്കുക പൂരകം, അല്പസമയം അവിടെ നിർത്തുക കുംഭകം, വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക രേചകം. ഈ തരത്തിൽ പ്രാണായാമം ചെയ്യുക. പിന്നെ പ്രത്യാഹാരം, ഇന്ദ്രിയങ്ങളെയെല്ലാം മനസ്സ് പരിശുദ്ധമാകും അപ്പോഴേക്കും. അപ്പോൾ ഇന്ദ്രിയങ്ങളെയെല്ലാം എല്ലാ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് നിർത്തുക, ഒന്നിലേക്ക് നമ്മളുടെ മനസ്സ് പോകാതിരിക്കുക. ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തനുഭവിക്കുന്നുവോ അവയാണ് ഇവിടെ വിഷയങ്ങൾ എന്ന് പറഞ്ഞത്. ഇപ്പം ചെവിക്കാണെങ്കിൽ ശബ്ദം, നാവിന് രുചി, കണ്ണിന് പ്രകാശമുള്ള വസ്തുക്കൾ എന്നിങ്ങനെ. ഇതിൽ നിന്നെല്ലാം ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് അടക്കി നിർത്തുക. ഇതിലേക്കൊന്നും പോകാതെ, ഒന്നും കാണാനോ ശബ്ദം കേൾക്കാനോ രുചി അറിയാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇന്ദ്രിയങ്ങൾ പോകാതെ അതിനെയെല്ലാം അടക്കി നിർത്തുക. അപ്പം അങ്ങനെ ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നു കൊള്ളാം എന്ന് പറയാണ് ഈ ശ്ലോകത്തിൽ.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.